ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കേരള കലാമണ്ഡലം സെൻട്രൽ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് ദീപാവലി സമ്മാനമായി ഫോർട്ട് കൊച്ചിയിൽ ആരംഭിക്കുന്നു. കേരളത്തിലെ പാരമ്പര്യ കലാരൂപങ്ങളായ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയവയുടെ പരിപോഷണത്തിനും പ്രചരണത്തിനും വേണ്ടി ഫോർട്ട് കൊച്ചി കമാലക്കടവിലെ കേരള ഫോക്ലോർ കൾച്ചറൽ തിയേറ്ററിൽ കേരള കലാമണ്ഡലം സെന്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് എന്ന സ്ഥാപനം തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. ദീപാവലി സമ്മാനമായാണ് ഫോർട്ട് കൊച്ചിയിൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സ്ഥലം MLA KJ മാക്സി അധ്യക്ഷത വഹിക്കുമെന്ന് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഏകദേശം ഒരു ശതാബ്ദിയിലേക്ക് എത്തുകയാണ്. 95 വർഷമായി. അപ്പോൾ കലാമണ്ഡലത്തിന് പണ്ട് തൊട്ട് ഒരു വലിയ ഗ്ലോബൽ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ വിദേശികളോട് പഠിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോഴും അവിടെ വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് പേര് കൊച്ചിയിൽ നിന്ന് കഥകളിയൊക്കെ അറിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ തേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മൾ നമ്മുടെ ഒരു ഗ്ലോബൽ പ്രസൻസ് എന്ന രീതിയിൽ ഈ കൊച്ചി എന്ന നഗരത്തെ തിരഞ്ഞെടുക്കുന്നത്. അതിലൊരു 2 വർഷമായിട്ട് ഞങ്ങളതിൻ്റെ ആലോചനയിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം ഒത്തു കിട്ടിയത്. അതിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യമുണ്ട്. മന്ത്രി പറയുന്ന എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും കലാമണ്ഡലത്തിൻ്റെ സെൻറ്റർ തുടങ്ങണമെന്നാണ്. ആദ്യത്തെ സെൻറ്ററായിരിക്കും. ബഹുമാനപ്പെട്ട MLA വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്കൊരു 10 ലക്ഷം രൂപ ഇതിൽ CSR ഫണ്ട് വന്നിട്ട് റിനോവേഷന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഈ സംഭവം യാഥാർത്ഥ്യമാകുന്നത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കഥകളി, അതുപോലെ തന്നെ കൂടിയാട്ടം, കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന പരമ്പരാഗത വിഷയങ്ങൾ, ശാസ്ത്രീയ കലകൾ, കൂടിയാട്ടം, അതുപോലെ തന്നെ ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ പെർഫോമൻസ് ഇപ്പം നമ്മൾ വീക്കെൻഡ്സിലാണ് ആലോചിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു സാധ്യതയൊക്കെ നോക്കിയിട്ട് എല്ലാ ദിവസവും ഹൈബിയുടെ MP മേയർ M അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. കേരളത്തിലെ പാരമ്പര്യ കലകളുടെയും ശാസ്ത്രീയ കലകളുടെയും വീട്ടിലമായ കേരള കലാമണ്ഡലം അവ പരിപോഷിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു വരികയാണെന്നും പരമ്പരാഗത കലാരൂപങ്ങൾക്ക് ഒട്ടും ശോഷണം സംഭവിക്കാതെ തന്നെ അവയ്ക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കൂടുതൽ അംഗീകാരം ലഭിക്കുന്നതിനും കലാകാരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്നും രാജേഷ് കുമാർ വ്യക്തമാക്കി. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേരളത്തിൽ വിദേശ സഞ്ചാരികൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ കൾച്ചറൽ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി കലാമണ്ഡലം സെന്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് ആരംഭിക്കുന്നത്. സെന്ററിൽ ദിനേന ക്യൂറേറ്റ് ചെയ്ത കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, ദേശീയ അന്തർദേശീയ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കും. കൊച്ചിയിലെത്തുന്ന വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിന്റെ തനത് കലകളെ പരിചയപ്പെടുത്തുന്നതിനും ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് കലാമണ്ഡലം ലക്ഷ്യം വയ്ക്കുന്നത്. കൂടാതെ കലാസംബന്ധിയായ ഷോർട്ട് ടേം കോഴ്സുകൾ, ആർട്ട് അപ്രീസിയേഷൻ കോഴ്സുകൾ എന്നിവയും ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. ഔട്ട്റീച്ച് സെന്ററിലെത്തുന്ന സഞ്ചാരികൾക്ക് ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലവും ചെറുതുരുത്തിയിലെ തന്നെ ജൈവ വൈവിധ്യങ്ങളുടെ സങ്കേതമായ ഹോർത്തൂസ് മലബാറിക്കസ് ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിനും അവസരം ഒരുക്കുമെന്നും രാജേഷ് കുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.